ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനെറ്റ്. ചിക്കൻ ഗ്രീൻ മസാലയിൽ തയ്യാറാക്കിയെടുത്ത വളരെ രുചികരമായ ഒരു വിഭവമാണ് ഹരിയാലി ചിക്കൻ അല്ലെങ്കിൽ ഗ്രീൻ ചിക്കൻ. സാധാരണ ചിക്കൻ കറിയിൽ നിന്നുമെല്ലാം വേറിട്ടൊരു രുചി തന്നെയാണ് ഹരിയാലി ചിക്കൻ. ഇത് വൈറ്റ് റൈസ്, ജീര റൈസ്, അതേപോലെ പൊറോട്ട, ചപ്പാത്തി എന്നിവയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഗംഭീര വിഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹരിയാലി ചിക്കൻ തയ്യാറാക്കുന്നതിനായി 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹരിയാലി ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഗ്രീൻ മസാല തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മല്ലിയില അരിഞ്ഞതും 1/2 കപ്പ് പുതിനയില അരിഞ്ഞതും എരിവിനാവശ്യമായ പച്ചമുളക്, പിന്നെ 3 ടേബിൾ സ്പൂൺ തൈരും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്ത് വയ്ക്കാം. ഇനി ചൂടായ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ചെറുതായി ചതച്ച 3 ഏലക്ക കൂടി ചേർത്ത് ഇതൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി ചിക്കൻ്റെ ആ ചുവന്ന കളർ മാറി വെള്ള നിറമാകുന്ന പരുവം. ഈ സമയം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ആദ്യമേ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ മസാല അരച്ചെടുത്ത ജാറിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളവും അതേപോലെ ആവശ്യമെങ്കിൽ മാത്രം ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ചിക്കൻ നന്നായി വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ. അപ്പോൾ ചിക്കനെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുത്താൽ വളരെ രുചികരമായ ഹരിയാലി ചിക്കൻ തയ്യാർ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.